വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റൂട്ടിൽ സർവീസ് നടത്തിവരുന്ന 2 സ്വകാര്യ ബസ് സർവീസുകൾ സർവീസ് നിർത്തുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads. വണ്ടിപ്പെരിയാർ പഞ്ചായത്തിലെ 2 വാർഡുകൾ ഉൾപ്പെടുന്ന തേങ്ങാക്കലിലേക്ക് സർവീസ് നടത്തുന്ന മുബാറക് എന്ന സ്വകാര്യ ബസ് സർവീസാണ് ഇന്നു മുതൽ നിർത്തുന്നതായി മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത്. മുബാറക് മാനേജ്മെന്റിന്റെ 2 ബസ്സുകളാണ് ഇതുവഴി സർവീസ് നടത്തുന്നത്. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ സർവീസ് നടത്തുന്ന 2 ബസ്സുകൾക്കും കേടുപാടുകൾ സംഭവിക്കുന്നതും ഒഴിഞ്ഞ ദിവസങ്ങൾ ഇല്ല എന്നും ഒപ്പം സമാന്തര സർവീസുകളുടെ കടന്നുകയറ്റവുമാണ് ബസ് സർവീസ് നടത്തുവാൻ കാരണമെന്ന് മാനേജ്മെന്റ് അറിയിച്ചു. നമസ്കാരം. മുബാറക് മാനേജ്മെന്റ് വണ്ടിപ്പെരിയാർ തേങ്ങാക്കൽ റൂട്ടിൽ 2 ബസ് സർവീസാണ് നിലവിൽ ഉള്ളത്. തേങ്ങാക്കൽ വണ്ടിപ്പെരിയാർ റൂട്ടിൽ പശുമല ജംഗ്ഷൻ മുതൽ തേങ്ങാക്കൽ വരെ റോഡിൻ്റെ ശോചനീയാവസ്ഥ കാരണം 2 വാഹനവും ഇന്നത്തോടുകൂടി നിർത്തുവാനാണ് മുബാറക് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം. അതിന് അധികാരപ്പെട്ട അധികാരികൾ ഇടുക്കി RTO, PMA MDമാർ, PWDയിൽ, പഞ്ചായത്തിൽ, പോലീസ് സ്റ്റേഷനിൽ ലെറ്റർ കൊടുത്ത് വാഹനം നിർത്തുവാണെന്നുള്ള ഡീറ്റെയിൽ അറിയിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ ആവശ്യപ്പെടുന്നത് അവിടെ ആ റോഡ് ഫുള്ളായിട്ട് ടാർ ചെയ്ത് നൽകണമെന്നാണ്. അറ്റ്ലീസ്റ്റ് ഒരു വാഹനങ്ങൾ പോകുന്ന രീതിയിൽ മക്കയിൽ വിട്ട് റെഡിയാക്കി തരുവാണെങ്കിൽ ഞങ്ങളവിടെ സർവീസ് പുനരാരംഭിക്കുന്നതാണ്. എല്ലാ ദിവസവും വാഹനത്തിൻ്റെ ടയർ പൊട്ടുക, പ്ലേറ്റ് ഒടിയുക, ഈ വാഹനം ഇതിലേക്കൂടെ ഓടിയിട്ട് വലിയ മെച്ചം ഉണ്ടാഞ്ഞിട്ട് പോലുമല്ല ഈ സർവീസുകൾ കണ്ടിന്യൂ ചെയ്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്നുള്ള കുറേ വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് വരാൻ വേണ്ടി മാത്രമാണ് മാനേജ്മെൻറ്റ് ഈ വാഹനം നിർത്താതെ ഇതുവരെ സർവീസ് മുമ്പോട്ട് കൊണ്ടുപോകൊണ്ടിരുന്നത്. ഇപ്പോൾ വരുന്ന വീണ്ടും റോഡ് മൊത്തം ഡാമേജ് ആയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നമുക്ക് വാഹനം മുമ്പോട്ട് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലല്ല പോകുന്നത്. അതുകൊണ്ട് മാനേജ്മെൻറ്റ് ടോട്ടലായിട്ട് എടുത്തേക്കുന്ന ഒരു തീരുമാനമാണ്. അറ്റ്ലീസ്റ്റ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ മക്ക ബേസ് അതുപോലെ എന്തെങ്കിലും ഇട്ട് ഫില്ല് ചെയ്ത് തന്നു കഴിഞ്ഞാൽ വാഹന സർവീസ് വീണ്ടും പുനരാരംഭിക്കുന്നതാണ്. അതുകൂടാതെ തന്നെ സമാന്തര സർവീസുകളും ഈ വാഹനത്തിന് വലിയൊരു ഭീഷണിയാണ്. ബസ് സർവീസ് നിർത്തുന്നതോടെ നിരവധി വിദ്യാർത്ഥികളടക്കം 2 വാർഡുകളിലെ ജനങ്ങളാണ് ദുരിതത്തിൽ ആവുന്നതെന്നും അവശ്യ സാധനങ്ങൾ വാങ്ങുന്നതിന് 12 കിലോമീറ്ററോളം നടക്കേണ്ടി വരുമെന്നും ജോലിക്ക് കൂടി പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ് ഉള്ളതെന്നും പ്രദേശവാസികളായ യാത്രികർ പറയുന്നു. അത് റോഡ് നല്ല റോഡ് അല്ലാത്തതിൻ്റെ പേരിലാണ് വണ്ടി നിർത്താൻ പോകുന്നത് പറയുന്നത്. റോഡ് പണി പണിതിട്ടില്ല, വണ്ടി ഓടാൻ പറ്റുകയില്ല, അതുപോലെയാണ് റോഡ് കിടക്കുന്നത്. അതുകൊണ്ടാണ് വണ്ടി നിർത്താൻ പോകുന്ന പറയുന്നത് കേൾക്കുന്നത്. പക്ഷെ റോഡ് പണി ഇത്രയും പെട്ടെന്ന് റോഡ് പണിയണം. വണ്ടി നിർത്തിയാൽ നമ്മൾ എന്നാ ചെയ്യാം? അങ്ങനെ വണ്ടി നിർത്തി കഴിഞ്ഞാൽ ഞങ്ങളെ കൊണ്ട് ഒന്നിനും പറ്റിയില്ല. പെരിയാറ്റിലൊന്നും വരാനോ സാധനം മേടിക്കാനോ ഒന്നും പറ്റുകയില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്നു വേണം വരാൻ. 10-12 കിലോമീറ്ററോളം ഉണ്ട് ഞങ്ങൾ താമസിക്കുന്നിടത്തുനിന്ന്. ഞങ്ങൾ ഈ വണ്ടിപ്പെരിയാറ്റ് വരണമെങ്കിൽ 12 കിലോമീറ്റർ ഉണ്ട്. അവിടുന്ന് അത്രയും ദൂരം ഞങ്ങൾ നടന്നു വേണം വരാൻ. അവിടെ പണിക്ക് എന്നിട്ട് 5:30 ആകുമ്പോൾ ഇങ്ങോട്ട് വരുന്ന ഈ വണ്ടി ഉണ്ടെങ്കിലോ പറ്റത്തുള്ളൂ. വള്ളക്കടവ് പോകണം പണിക്ക്. ഇപ്പോൾ ഈ വണ്ടി 2 വണ്ടിയും കൂടെ നിർത്തുവാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഇത് പണിക്ക് പോകാനുള്ള ഒരു പ്രശ്നം. അപ്പോൾ ഞങ്ങൾ കുടുംബക്കാരൊക്കെ എന്നാ ചെയ്യുന്നത്? പിള്ളേർ സ്കൂളിൽ പോകുന്നുണ്ട്. അപ്പോൾ പിള്ളേരുടെ ഇത് കാര്യങ്ങളൊക്കെ തന്നെ ഞങ്ങൾ നോക്കുന്നത്. അപ്പം വേറെ വണ്ടിയൊക്കെ ഞങ്ങൾ എവിടെ നിന്ന് കിട്ടും? റോഡിന്റെ ശോചനീയാവസ്ഥ മൂലം ഇതുവഴി സർവീസ് നടത്തിയിരുന്ന KSRTC 1 വർഷം മുൻപ് നിർത്തിയതോടെ പ്രദേശവാസികളുടെ യാത്രാമാർഗമായിരുന്നു ഇതുവഴി സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ. ബസ് സർവീസ് നിർത്തുന്നത് സംബന്ധിച്ച് MP, MLA, മോട്ടോർ വാഹന വകുപ്പ് എന്നിവരെ രേഖാമൂലം അറിയിച്ചിട്ടുണ്ടെന്നും മാനേജ്മെന്റ് അറിയിച്ചു. ഇടുക്കി ലൈവ് ന്യൂസ്, വണ്ടിപ്പെരിയാർ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് JPM Arts and Science College, Kanchiyar. Idukki is now on new roads.
We are the first and the only one NAC accredited unaided college in Idukki with CGPA of 2.85 and B AA+ grade. Join JPM. Excel on a campus with quest for quality.